ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ടാങ്ക് നമ്മൾ കൊടുക്കാറുണ്ട്. വാട്ടർ ടാങ്ക് വീടിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്റ്റാൻഡ് എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ എങ്ങനെ കൊടുക്കണം, അതിൻ്റെ 4 സപ്പോർട്ട് വരുന്ന രീതിയിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് ഏറ്റവും മുകളിൽ കാണുന്ന വാർക്കയുടെ സൈഡിൽ കണ്ടോ, ഇതിവിടെയാണ് നമ്മുടെ ഭിത്തി വരുന്നത്. ബാക്കി 6 ഇഞ്ച് തള്ളിയാണ് പുറത്തേക്ക് കിടക്കുന്നത്. ബാക്കി വരുന്ന ഭിത്തിയിൽ നിന്ന്, അതായത് ഭിത്തിയിൽ വേണം നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. വാർക്കയിൽ മാത്രം ഫുൾ ചെയ്ത് നിർത്തരുത്. അതായത് താഴത്തെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന വാട്ടർ ടാങ്കിൻ്റെ ഫുൾ ലോഡ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും സേഫ്റ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ലോഡ് അല്ലാത്ത രീതിയിലുള്ള ലോഡ് വരുന്നത് വാർക്കയുടെ അകത്തേക്ക് വരും, അതായത് തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇരിപ്പ് ലോഡ് പോകുന്ന രീതിയിലാണ് വരുന്നത്. 1000 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ആണെങ്കിലും വാട്ടർ ടാങ്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മെയിൻ സ്ലാബിൽ നിന്നും മെയിൻ വാർക്കയിൽ നിന്നും ഒരു 6 ഇഞ്ച് ചാട്ടം പുറത്തേക്ക് ഇട്ടുണ്ടാവും. ആ 6 ഇഞ്ച് പുറത്തേക്ക് കിടക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ചെറിയൊരു പാരപ്പറ്റ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 6 ഇഞ്ചിനകത്ത് നിൽക്കുന്ന 6 ഇഞ്ച്, അതായത് ഫുൾ ലെങ്ത്തിൽ നിന്ന് 6 ഇഞ്ച് മാറ്റിയതിന് ശേഷം ആ 6 ഇഞ്ചിൻ്റെ ചാട്ടത്തിൽ നിന്നായിരിക്കും താഴെ നമ്മുടെ വീടിൻ്റെ ഭിത്തി വരുന്നത്, കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന ആ ഏരിയയിലായിരിക്കണം നമ്മുടെ വീടിൻ്റെ ഫുൾ ലോഡ് കൊടുക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ സ്റ്റാൻഡ് വരുന്ന രീതിയിൽ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ വാട്ടർ ടാങ്ക് കൊടുക്കുമ്പോൾ ഈ കല്ലിലായിരിക്കണം ഫുള്ള്, അതായത് ഈ കൽഭിത്തിയിലായിരിക്കണം ഫുൾ ലോഡ് വരേണ്ടത്. എന്നാൽ 4 കാലും ചിലപ്പോൾ 4 വാട്ടർ ടാങ്കിൻ്റെ 4 കാലും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ചില ഏരിയകളിൽ കണ്ട 3 നമ്മൾ ഈ കോർണറിൽ കൊടുക്കുകയാണെങ്കിൽ 3 കാല് നമുക്ക്, അതായത് വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ 3 കാലുകൾ നമ്മൾ കറക്റ്റായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഭിത്തിയിൽ കൊടുക്കാൻ സാധിക്കും. ബാക്കി ഒരെണ്ണം മാത്രമാണ് പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൂട്ടബിളായിട്ട് നോക്കുന്നത്, അതായത് നമ്മൾ ഭിത്തി നിൽക്കുന്നത് ഭിത്തിയിൽ ഫുൾ ലോഡ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം വാട്ടർ ടാങ്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫുൾ ലോഡ് അല്ലാത്ത രീതിയിൽ ഫുൾ വാർക്കയിലേക്ക് വരും. അതായത് വേറെ എങ്ങും പിടുത്തമില്ലാത്ത ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും പിടുത്തമില്ലാത്ത സെൻട്രൽ ഏരിയകളിലൊക്കെ ആയിരിക്കും ഈ വാട്ടർ ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഫുൾ ലോഡ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വാർക്കയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പിന്നീട് പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. വാട്ടർ ടാങ്കിൻ്റെ ഫുൾ ലോഡ് വരേണ്ടത് നമ്മുടെ വീടിൻ്റെ ഭിത്തികളിലായിട്ട് വേണം നമ്മുടെ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷേ എല്ലാ സ്റ്റാൻഡും, അതായത് ഈ പറഞ്ഞ രീതിയിൽ 4 സ്റ്റാൻഡിൻ്റെ 4 കാലുകളും ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. മിനിമം നമുക്കൊരു 3 എണ്ണെങ്കിലും സാധാരണ കിട്ടാറുണ്ട്. ഇങ്ങനെ കോർണറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കാലെങ്കിലും നമുക്ക് ഫുൾ ലോഡ് നമുക്ക് ഈ ഭിത്തിയിൽ കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല, സെപ്പറേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല, ഇങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 ബീമുകൾ കൊടുത്തതിന് ശേഷം ബീമുകളിൽ സാധാരണ വാട്ടർ ടാങ്ക് കയറ്റി വയ്ക്കാറുണ്ട്. അതായത് ഈ പറയുന്ന സ്റ്റാൻഡിന് പകരമായിട്ട് നമ്മൾ വീട് പണിയുന്നതിൻ്റെ കൂട്ടേക്കിടത്തേക്കിടെ തന്നെ 4 ബീം ഇട്ടതിന് ശേഷം ആ ബീമിൻ്റെ മുകളിലായാലും നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താലും സേഫ്റ്റിയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വാട്ടർ ടാങ്കിൻ്റെ ഫുൾ ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കൊടുക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my